നമസ്കാരം. എസ് വി ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ഏറെക്കുറെ ബോധ്യപ്പെട്ടില്ലേ എങ്ങനെയാണ് ഈ സംഘപരിവാറുകാർ കേരളത്തിൽ പിടിമുറുക്കിയതെന്ന്? ആരെയൊക്കെ ചട്ടുകങ്ങളായി ഉപയോഗിച്ചുകൊണ്ടാണ് സംഘപരിവാർ വേണ്ട കാര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഇതൊക്കെ നമുക്ക് നേരത്തെ അറിയാമായിരുന്നു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ വരൂ. ഇങ്ങനെ വന്നാൽ മാത്രമേ അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ, അതായത് സംഘപരിവാരം നമ്മുടെ സംസ്ഥാനത്ത് ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ. അവർക്ക് കടന്നു കയറാൻ പറ്റിയ ഒരു സ്പേസ് വേണം. ആ സ്പേസിന് വേണ്ടിയിട്ട് ഇവിടെ ചില മണ്ണൊരുക്കൽ നടത്തണം. ആ മണ്ണൊരുക്കലിൻ്റെ ആദ്യ പടി ഏറെക്കുറെ ഇവിടെ പൂർത്തിയാവുകയും ചെയ്തു. സംസ്ഥാന നിയമസഭയിൽ 3 സംഘപരിവാറുകാർ എത്തിച്ചേരുകയും ചെയ്തു. ഇത് വാസ്തവമായ കാര്യമാണ്. ആരാണ് അതിന് വേണ്ട വളമിട്ട് കൊടുത്തത് അല്ലെങ്കിൽ വെള്ളം കോരിയത് എന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും, നമ്മുടെ UDF എന്ന് പറയുന്ന ഒരു സംവിധാനം തന്നെയാണ്. ഇതിലപ്പുറം തെളിവ് നമുക്ക് എന്താണ് വേണ്ടത്? ഒന്നാമത് തെളിവിലേക്ക് പോകാം. ഇവിടെ PM ശ്രീ എന്ന് പറയുന്ന ഒരു പദ്ധതി ഇവിടെ സംസ്ഥാന സർക്കാർ ആക്സെപ്റ്റ് ചെയ്തു. അതായത് വി ശിവൻകുട്ടി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന ഇടത് സർക്കാർ അങ്ങ് സ്വീകരിച്ചു കഴിഞ്ഞു, ഒപ്പിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ KM ഷാജി എന്ന് പറയുന്ന ഒരു വലിയ കോൺഗ്രസിൻ്റെ UDFൻ്റെ നേതാവ് അല്ലെങ്കിൽ ലീഗിൻ്റെ നേതാവ് പറഞ്ഞ എന്താണ്, ഞങ്ങൾ ഇതെടുത്ത് തോട്ടിൽ കളയുമെന്ന് പറഞ്ഞു. എന്നിട്ട് PM ശ്രീ പദ്ധതി തോട്ടിൽ കളഞ്ഞോ? എൻ ഷംസുദ്ദീനോടാണ് ചോദ്യം. അത് ഇപ്പോഴും പറയുന്നത് ഞങ്ങൾ അതുമായി മുന്നോട്ട് പോകുമെന്ന നിലപാടല്ലേ അവർ സ്വീകരിക്കുന്നത് PM ശ്രീ പദ്ധതിയുമായി. അപ്പോൾ ഒന്ന്, PM ശ്രീ പദ്ധതിയിൽ അവർ നിലപാട് തിരുത്തി കഴിഞ്ഞിരിക്കുന്നു. പിന്നെ എന്തിനാണാവോ ഇടത് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയപ്പോൾ അതിന് തടസ്സം നിന്നത്? ഇവിടെ CPIM CPM എന്ന് പറയുന്ന 2 കക്ഷികളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി, എന്നിട്ട് അതിൽ നിന്ന് ഊറി വരുന്ന ചോര കുടിക്കാൻ വേണ്ടി ഒരു ചെന്നായയെ പോലെ കാത്തിരുന്ന് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അത് പിന്നെ രാഷ്ട്രീയമാണ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഒരു അടവ് നയമുണ്ട്. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിൽ മുട്ടിലിഴയുന്ന UDFൻ്റെ അടവ് നയം അല്ലെങ്കിൽ നമ്മുടെ മന്ത്രിസഭയുടെ അടവ് നയം എന്ന് പറയേണ്ടി വരും. അപ്പോൾ PM ശ്രീ പദ്ധതിയുടെ കാര്യം ഇങ്ങനെയാണ്. SSKയുമായി ബന്ധപ്പെട്ട് ഫണ്ട് നമ്മുടെ സംസ്ഥാനത്തിന് വരാനുണ്ട് എന്നുള്ളത് പരമമായ യാഥാർത്ഥ്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു മുന്നൊരുക്കം നടത്തുന്നതെന്നും ഇവിടെ ഞങ്ങളുടെ കുട്ടികൾ പഠിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് തീരുമാനിക്കാനുള്ള അവകാശം, ഇവിടുത്തെ കാര്യം എന്താ, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒന്നാണ്. സംസ്ഥാന സർക്കാരിന് തീരുമാനമെടുക്കാൻ കഴിയും ഇക്കാര്യത്തിൽ. എന്നിട്ട് കൂടി എന്തിനു വേണ്ടിയിട്ടാണ് ഇടതുപക്ഷത്തെ ക്രൂശിച്ചത്? ഇങ്ങനെ ഒരു നാടകം കളിക്കാൻ വേണ്ടിയിട്ടായിരുന്നെങ്കിൽ എന്നൊരു ചോദ്യം ഇവിടെ പ്രസക്തമായി നിലനിൽക്കുകയും ചെയ്യുന്നു. ഇനി മറ്റൊരു കാര്യം, ഇവിടെ നമ്മുടെ യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൽ നമുക്കറിയാം UDFൻ്റെ നിലപാട് എന്താണെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായി കഴിഞ്ഞു. ഇനി അടുത്ത മറ്റൊരു കാര്യമാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല. ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒരു മന്ത്രിയുണ്ട്, റോജി M. ജോൺ. ഈ റോജി M. ജോൺ സംഘപരിവാറുമായി യാതൊരു തരത്തിലുള്ള ഫൈറ്റിനും ഞങ്ങളില്ലേ എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ്. എന്താണ് ഇവിടെ ചാൻസലർ എന്ന് പറയുന്ന ഗവർണർ, അതായത് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്ന് പറയുന്ന നേതാവ് ഇവിടെ നിന്നുകൊണ്ട് എന്ത് ചെയ്തു? അദ്ദേഹത്തിന് താല്പര്യമുള്ള ആളുകളെ സെനറ്റിൽ കുത്തിത്തിരിക്കുന്നു. എന്ന് വെച്ചാൽ ഇവിടെ MG യൂണിവേഴ്സിറ്റിയിൽ അടക്കമുള്ള യൂണിവേഴ്സിറ്റികളിൽ തൻ്റെ നോമിനികളെ നിയമിക്കുന്ന തരത്തിലേക്ക് ഇവിടെ ഗവർണർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, ചാൻസലർ അദ്ദേഹത്തിൻ്റെ പദവി ഉപയോഗിച്ചുകൊണ്ട്. സത്യത്തിൽ എങ്ങനെയാണ് ഒരു സെനറ്റിലേക്ക് ആളുകളെ കൊണ്ടുവരേണ്ടത് അല്ലെങ്കിൽ മെമ്പർമാരെ തീരുമാനിക്കേണ്ടത്? സ്വാഭാവികമായും സർക്കാർ ഒരു ലിസ്റ്റ് കൊടുക്കുന്നു. സർക്കാർ സർക്കാർ കൊടുത്ത ലിസ്റ്റിൽ നിന്നും ഗവർണർ ആൾക്കാരെ നിയമിക്കുന്നു. ഇതാണ് പൊതുവിൽ കഴിഞ്ഞ കാലങ്ങളായി നിലനിന്ന് പോരുന്ന ഒരു സംവിധാനം. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇത്തവണ ലിസ്റ്റ് ഇതുവരെ കൊടുക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് റോജി M. ജോൺ എന്ന് പറയുന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായൊരു പ്രതികരണം ഇതുവരെ മാധ്യമങ്ങളുടെ മുന്നിൽ നടത്താത്തത്? KSUവിനെ പോലെയുള്ള ഒരു വിദ്യാർത്ഥി സംഘടന എന്തുകൊണ്ടാണ് ഈ കടന്നുകയറ്റത്തെ, അതായത് യൂണിവേഴ്സിറ്റികളിലേക്കുള്ള സംഘപരിവാറിൻ്റെ കടന്നുകയറ്റത്തെ എന്തുകൊണ്ടാണ് ചെറുക്കുകയോ തടയുകയോ ചെയ്യാതിരുന്നത്? അപ്പോൾ വ്യക്തമായില്ലേ അടുത്ത നയരൂപീകരണം എന്താണെന്ന്. അങ്ങനെ സംഘപരിവാറിനെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് ചവിട്ടിക്കയറ്റുന്നതിന് വേണ്ടിയിട്ട് നിശബ്ദമായി നിൽക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ സത്യത്തിൽ ഇവിടുത്തെ UDF സർക്കാരും റോജി M. ജോൺ അടക്കമുള്ളവർ നിൽക്കുന്നത്. എന്നിട്ട് പറയുകയാണ് ഗവർണറുമായി ഞങ്ങൾ പരസ്യയുദ്ധത്തിനില്ല എന്ന്. ഇവിടെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം കഴിഞ്ഞ് മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗത്തിലോ അല്ലെങ്കിൽ മറ്റു മന്ത്രിമാർ നടത്തിയ പ്രസംഗത്തിൽ എവിടെയെങ്കിലും കേന്ദ്രം സംസ്ഥാന സർക്കാരിനെ പിഴിഞ്ഞെടുക്കുന്നു എന്ന് പറയുന്ന ഒരു വാചകം പോലും എന്തുകൊണ്ടാണ് അവർ ഉൾക്കൊള്ളിക്കാതിരുന്നത്? അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടുത്തെ സംഘപരിവാറുമായി സഖ്യം ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനം തന്നെയാണ് ഇവിടുത്തെ സർക്കാരിന് എന്നുള്ളത്. അപ്പോൾ ഇതിരുവരം വഴിവെട്ടലാണ്. ആർക്കുള്ള വഴിവെട്ടൽ? മറ്റ് സംസ്ഥാനങ്ങളിൽ BJPക്കും സംഘപരിവാർ ശക്തികൾക്കും അത് NDAയ്ക്കും കടന്നു കയറാൻ എങ്ങനെയാണോ അവിടുത്തെ കോൺഗ്രസ് ഭരണാധികാരികൾ ചെയ്തു കൊടുത്ത ഒരു രീതി, ആ രീതി കേരളത്തിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ആരെങ്കിലും സംശയിച്ചാൽ നമുക്ക് അവരെ
വരെ തെറ്റു പറയാൻ കഴിയുമോ? ഇല്ല തന്നെ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കോളൂ, ഇവിടെ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയായിട്ട്, പിന്നെ അദ്ദേഹത്തിന് ഒരു ഇടതുപക്ഷ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഒരാളാണെന്നെങ്കിലും പറയാം, ബി അശോക്. അദ്ദേഹത്തിനെ ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയാക്കി നിയമിക്കുന്നു. എന്നിട്ട് കൂടിയും ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അതുകൊണ്ടാണ് ശിവപ്രസാദിനെ പോലെയുള്ള SFIയുടെ കുട്ടികൾ പറയുന്നത്, ഈ പറയുന്ന എന്താ പറയുക, ബി അശോക് എന്ന് പറയുന്ന നേതാവ് ഒരു സംഘിക്കുട്ടനാണ് എന്ന് പറയുന്നത്. ഇവിടെ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട ഒരു വലിയ ചർച്ചയുണ്ടായപ്പോൾ കോൺഗ്രസിൽ ഇല്ലാത്തതും എന്നാൽ കോൺഗ്രസിൽ ഉള്ളതായി അഭിനയിക്കുന്നതുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് സംഘിക്കുട്ടൻ എന്ന് വിളിച്ചുകൊണ്ടായിരുന്നു. ആരെ? മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന വി ശിവൻകുട്ടിയെ. എന്നിട്ടിപ്പോൾ അക്ഷരാർത്ഥത്തിൽ മുസ്ലിം ലീഗിൽപ്പെട്ട ഒരു നേതാവ് തന്നെയല്ലേ, അല്ലെങ്കിൽ ഷംസുദ്ദീൻ തന്നെയല്ലേ ഇപ്പോൾ ശരിക്കും സംഘിക്കുട്ടിയായി മാറിക്കൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് മനസ്സിലാക്കാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് ഷംസുദ്ദീൻ പോലും ഇങ്ങനെ നിലപാട് സ്വീകരിക്കുന്നത്? ഇനിയിപ്പോൾ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളെടുത്ത് തോട്ടിൽ കളയുമെന്ന് പറയുന്ന KM ഷാജിക്ക് എന്താ നാവ് അനങ്ങുന്നില്ലേ ഇപ്പോൾ PM ശ്രീ പദ്ധതിയുടെ കാര്യത്തിൽ? അപ്പോൾ പിന്നെ മറ്റൊരു കാര്യം കൂടി, കേരയിൽ എന്ന് പറയുന്ന പദ്ധതി ഉപേക്ഷിച്ചുകൊണ്ട് BJP നേതാവും ടെക്നോക്രാറ്റുമായ ശ്രീധരൻ കൊണ്ടുവന്ന പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ കൈ കൊടുക്കാൻ പോകുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോഴും, പിന്നെ അതോടൊപ്പം കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ മുഖ്യമന്ത്രി കാണുന്ന കാഴ്ചയിൽ അല്ലെങ്കിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ എവിടെയാണ് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി? അതായത് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയെ കൂട്ടാതെ VD സതീശൻ നേരിട്ട് എന്തിന് കൂടിക്കാഴ്ച നടത്തുന്നു? പിന്നെ അതോടൊപ്പം തന്നെ സ്വർണ്ണ കൊള്ളക്കേസിലെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരാളുമായി അദ്ദേഹത്തിൻ്റെ പേരിൽ ചാർട്ട് ചെയ്ത ഒരു ചാർട്ടേഡ് വിമാനത്തിൽ മംഗലൂരുവിൽ പോകുന്നു. അവിടെയുള്ള ഒരു JDSൻ്റെ നേതാവിനെ കാണുന്നു. അതോടൊപ്പം ഈ പറയുന്ന കോൺഗ്രസ്സുകാർ അകലം പാലിക്കണമെന്ന് പറയുന്ന അദാനി ഗ്രൂപ്പിൻ്റെ പ്രസിഡന്റുമായും കൂടിക്കാഴ്ച നടത്തുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് അത്തരം കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുള്ളത്? അപ്പോൾ ചുരുക്കി പറഞ്ഞ ഇത്രയേ ഉള്ളൂ, കേരളത്തിൽ സംഘപരിവാറിൻ്റെ ഒരു യാത്രയ്ക്ക് തുടക്കമിടുകയാണ് സത്യത്തിൽ UDF സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർ തരുന്ന തീട്ടൂരങ്ങൾക്ക് മുന്നിൽ തലകുനിച്ച് തല കുമ്പിട്ട് നടക്കുന്നതിന് പകരം മുട്ടിലിഴയുന്ന സമീപനമാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്ക് മുൻപ് ഒരു സംഘപരിവാർ ആനുകൂല്യമുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് സംഘപരിവാറിൻ്റെ നേതാക്കന്മാർ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. സംഘപരിവാറുകാരുടെ വോട്ട് ചോദിച്ചിട്ടുണ്ട്, അവരുടെ സഹായം ചോദിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഒരു സ്കൂളിൽ ഗോൾ വർക്കറുടെ ചിത്രത്തിന് മുന്നിൽ വണങ്ങി നിന്നുകൊണ്ട് തിരികൊളുത്തി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന നമ്മളുടെ മുഖ്യമന്ത്രിയായിരിക്കുന്ന വ്യക്തി. അപ്പോൾ തീർച്ചയായും ഈ കണ്ട കാഴ്ചകളൊക്കെ നമ്മൾ കാണുമ്പോഴും, കേന്ദ്രത്തിന് അനുകൂലമായി നിൽക്കുന്ന ഇത്തരം നിലപാടുകൾ നമ്മൾ കാണുമ്പോഴും നമുക്ക് അങ്ങനെ തന്നെ വിചാരിക്കേണ്ടി വരും, നമ്മുടെ സംസ്ഥാനത്തിനകത്ത് നിന്നുകൊണ്ട് സംഘപരിവാറുകാർക്ക് ശക്തിയോടുകൂടി വളരാൻ വേണ്ട ഒരു വഴിമരുന്നിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ UDF ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മന്ത്രിമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റോജി M ജോൺ എന്തുകൊണ്ടാണ് എതിർക്കാതിരുന്നത്? ഇങ്ങനെയൊരു സംഭവം തൻ്റെ വകുപ്പിനുള്ളിൽ ഇങ്ങനെ ഗവർണർ കയറി ഇടപെടുകയും അവിടെ സെനറ്റ് അംഗങ്ങളായിട്ട് ഈ സംഘപരിവാറുകാരെ നിയോഗിക്കുകയും ചെയ്തപ്പോൾ എവിടെയാണ് റോജി M ജോണിൻ്റെ നാക്കിരിക്കുന്നത്? എന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ യാതൊരുവിധ യുദ്ധത്തിനോ പ്രശ്നത്തിനോ ഞങ്ങൾ പോകുന്നില്ല എന്നൊരു പേര് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്? അപ്പോൾ ഇത് തന്നെയാണ് കാലാകാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അതിശക്തമായ ഒരു ഡീൽ ഈ പറയുന്ന BJPയുമായി അല്ലെങ്കിൽ സംഘപരിവാറും ഇവിടുത്തെ കോൺഗ്രസും അല്ലെങ്കിൽ UDFുമായി ചേർന്നുകൊണ്ട് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ലാതെ നമുക്ക് ഉറപ്പിച്ച് പറയേണ്ടി വരും, ഇതെല്ലാം ഈ കാഴ്ചകളൊക്കെ നമ്മൾ കാണുമ്പോൾ. അപ്പോൾ ഇതാണ് ഇപ്പോൾ പൊതുവിലുള്ള ഒരവസ്ഥ. ഇതിനെല്ലാം പക്ഷേ ഈ കാണുന്ന കാഴ്ചകളെയൊന്നും മുഖ്യധാരാ മാധ്യമങ്ങളടക്കമുള്ള പല മാധ്യമങ്ങളും കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുകയാണ് പതിവ്. ഇവിടെ കേരളത്തിൽ ഈ സംഭവം ഉണ്ടായി, ഇവിടെ സെനറ്റ് അംഗങ്ങളെ നിയോഗിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എപ്പോഴാണ് മാധ്യമങ്ങൾ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു വാർത്ത കൊടുത്തത്? അതായത് ഗവർണർ അദ്ദേഹത്തിൻ്റെ അധികാരപരിധി ദുർവിനിയോഗം ചെയ്യുന്നു എന്ന് പറഞ്ഞൊരു വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ അതിന് വളരാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ UDF നേതൃത്വം അതിനുവേണ്ടി ഒത്താശ ചെയ്തു കൊടുക്കുന്നു എന്ന് പറയുന്നൊരു വാർത്ത നമ്മൾ കണ്ടിരുന്നു. അങ്ങനെയൊന്നും നമ്മൾ കാണില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവർ രണ്ടുപേരുമാണ് മാധ്യമങ്ങൾക്കേറെ ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ. അവർ പൊതുവിൽ മാധ്യമം എന്ന് പറയുന്നില്ല, മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഇടത് വിരുദ്ധത കാണിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ മീഡിയ വൺ എന്ന് പറഞ്ഞുകൊണ്ട് VD സതീശന് വേണ്ടി ഏറെക്കാലം വിടുവേല ചെയ്തു കൊടുത്ത ആ മാധ്യമം ഒരു പക്ഷേ മാറ്റി പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അത് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള സൈനാണ്. കാരണം ഈ പറയുന്ന പോലെ സംഘപരിവാറിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും മുട്ടിലെഴിഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു സമീപനമാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന തരത്തിലുള്ള ഒരു വലിയ ഒരു വിമർശനം അവർ ഉന്നയിച്ചിരിക്കുന്നതിനെ നമുക്ക് വളരെ പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.